ബിസിനസ് വളർത്താൻ, സെയിൽസ് കൂട്ടാൻ എല്ലാത്തിനും എന്ത് വേണം? പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ സ്കില്ല് വേണം. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നിങ്ങളെല്ലാവരും ബുക്കും ഒക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് പബ്ലിക് സ്പീക്കിംഗ് സീക്രട്സ് പഠിക്കാൻ. ഈ എഴുതിയെടുക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം റൈറ്റിംഗ് ഈസ് നോട്ട് ലേണിംഗ്. റൈറ്റിംഗ് ഈസ് നോട്ട് ലേണിംഗ്. റീഡിംഗ് ഈസ് നോട്ട് ലേണിംഗ്. വായിക്കുന്നത് പഠിക്കുകയാണോ? ആണോ? ലിസണിങ് ഈസ് ഇറ്റ് ലേണിംഗ്? നോ. അറ്റൻഡിങ് എ ക്ലാസ് ഈസ് ഇറ്റ് ലേണിംഗ്? ആണോ? നോ. ഇപ്പം എന്താ വേണ്ടേ? ഇന്ന് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡു ഇറ്റ്. ഇല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആയിപ്പോവും. ഏതാ? ഇവിടെ മസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തെ ഏറ്റവും നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനറുടെ വീഡിയോ കാണുക. അവന് ക്ലാസ് കൊടുത്തിട്ട് അവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ വണ്ണം കുറയുമോ? കുറയൂ? ഇല്ല. എന്ത് വേണം? നമ്മൾ നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. സോ ഇന്നിവിടെ ഇരുന്ന് ഇത് എഴുതിയെടുത്തത് കൊണ്ടോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ ഇതെല്ലാം കേട്ടോണ്ടിരുന്നത് കൊണ്ടോ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കില്ല. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങളത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റൂ. പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതെന്തുവാ? പബ്ലിക് സ്പീക്കേഴ്സ് ഇരുന്നു കൊണ്ട് സംസാരിക്കില്ല. ആണോ? അപ്പോൾ പഠിക്കുന്നവരെന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് പഠിക്കണം. എഴുന്നേറ്റോ? ഇന്ന് വൈകിട്ട് വരെ നമ്മൾ ഇന്ന് നിന്നോണ്ടാണ് പഠിക്കുന്നത്. കാരണം രാവിലെ 9 തൊട്ട് രാത്രി 11 മണി വരെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഈ ചാടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് അറിയണം. പബ്ലിക് സ്പീക്കിങ്ങിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയാണ്? കേൾക്കട്ടെ. സ്റ്റേജ് എത്തുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കണ്ടന്റ് യെസ്. വേർഡ്സ് കിട്ടുന്നില്ല. യെസ്. വരട്ടെ. ഓഡിയൻസ് ബ്ലേർഡായി പോകുന്നു സാർ. എനിക്ക് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല സാർ. അടുത്ത ഐ കോണ്ടാക്ട്. ഫിയർ ഓഫ് മിസ്റ്റേക്ക്. തെറ്റിപ്പോകുന്ന പേടി. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. യെസ്. വരട്ടെ. സബ്ജക്റ്റ് തീർന്നു പോകുന്ന പേടി. വാക്കുകൾ കിട്ടുന്നില്ല. മാറി മനസ്സിലുള്ളതല്ല നാക്കേ വരുന്നത്. യെസ്. അങ്ങനെ പല ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലേ? യെസ്. അപ്പോൾ ഈ കൂട്ടത്തിലിരുന്നുകൊണ്ട് ആർക്ക് വേണേലും എന്ത് ഡയലോഗ് വേണേലും അടിക്കാം. പക്ഷേ ആ ഡയലോഗ് അടിക്കുന്നവനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാൽ അപ്പം മുട്ടിടിക്കും, മൂത്രമൊഴിക്കും. ആണോ? യെസ്. എങ്ങനെയാണ് സ്റ്റേജിൽ ഒരു അൺഷേക്കബിൾ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റുന്നത്? എന്ത് കോൺഫിഡൻസാ? അൺഷേക്കബിൾ. ആര് മുന്നിൽ വന്നിരുന്നാലും, എത്ര പേര് മുന്നിൽ വന്നിരുന്നാലും, എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു കുലുക്കവും ഇല്ലാതെ എങ്ങനെ സ്റ്റേജിൽ ഒരു പോളിഷ് സാധനമായി മാറാം?